ഈശ്വര സ്വരൂപമാണ്. ഈശ്വരനെ അറിയാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടോ അത്ര തന്നെ കഴിവുള്ളവർക്ക് അതിന്റെ വാച്യാർത്ഥങ്ങളെ മാറ്റിയിട്ട് താത്വികമായിരിക്കുന്ന അർത്ഥങ്ങളെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളവർക്ക് വേദം പഠിക്കാമെന്ന്. അല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ മുഖേന പഠിക്കണം. അറിയുന്ന ഒരു ഗുരുവിന്റെ കീഴിൽ ആർക്കും വേദം പഠിക്കാൻ പാടില്ലായില്ല. പക്ഷെ അതിനെ മനസ്സിലാക്കാനുള്ളതായിരിക്കുന്ന ഒരു കഴിവ് ഉണ്ടായിരിക്കണമെന്ന് മാത്രമാണ്. വെറുതെ പഠിച്ചതുകൊണ്ടായില്ല. അതിന്റെ അനുസ്വാരങ്ങളും അതിന്റെ ദീർഘവും അതൊക്കെ ഓരോ പ്രത്യേകമായിരിക്കുന്ന രീതിയിൽ അർത്ഥം മാറിപ്പോകും. അതുകൊണ്ട് എല്ലാവരും പഠിച്ചുകൂടാ എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ആർക്കും പഠിച്ചുകൂടാത്ത ഓരോ കർമ്മങ്ങൾക്കും അതിൻ്റെതായിരിക്കുന്ന താത്വിക അർത്ഥമാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഒരു പൂജ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? താനാകുന്ന ജീവൻ ഭാവത്തെയാണ് ബലി കഴിക്കപ്പെടേണ്ടതായിരിക്കുന്ന ജന്തു ബലി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ജീവൻ നഷ്ടപ്പെടുക എന്നല്ല. പശുവായിരിക്കുന്ന എന്താണെന്നൊക്കെ പറയും. സോമപാനം എന്ന് പറഞ്ഞാൽ വളരെ അർത്ഥമാണ്. അപ്പൊ ഇങ്ങനെ അർത്ഥങ്ങൾ മനസ്സിലാക്കാതെ കണ്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ രീതിയിൽ നടത്തുന്നതായിരിക്കുന്ന യജ്ഞങ്ങളെ കൊണ്ട് ദുരിതങ്ങളല്ലാതെ മറ്റൊന്നും എന്ന് പറയുക. കാരണം കർമ്മയോഗത്തെ വേണ്ടും വിധത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് പ്രശ്നമായിട്ട് വരും. അത് മനസ്സിൽ ഗ്രഹിക്കാനും വേണ്ട രീതിയിൽ അതിനെ ആചരിക്കാനും സാധിക്കും. അത് അറിവോടും ഈശ്വരാർപ്പണ ബുദ്ധിയോടും കൂടിയിട്ട് വൈദിക കർമ്മത്തെ തെറ്റുകൂടാതെ ആചരിക്കുമ്പോൾ അന്ധകരണ ശുദ്ധി വന്ന് ഭക്തിജ്ഞാനം. എത്ര മണത്തരികളോ ആകാശത്തിലെ നക്ഷത്രങ്ങളോ അവയൊക്കെ പക്ഷെ വേണമെങ്കിൽ എണ്ണി തീർക്കാൻ സാധിക്കും. പക്ഷെ ഭഗവാന്റെ അവതാരങ്ങള് ഇത്ര എന്ന് നിശ്ചയിക്കാൻ പറഞ്ഞ് തീർക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വേദവിധികളെ പോലും കിടന്നിടമായിരിക്കുന്ന ഗ്രഹം ഗാർഹസ്ഥ്യം മറ്റുള്ള ആശ്രമങ്ങളെയും ഒക്കെ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോന്നിലായിട്ട് ചെന്ന് പെട്ടുകൊണ്ടിരിക്കും. അതാണ് ഉണ്ടാവാൻ പോണത് എന്ന് രണ്ടാമത്തെ സ്ഥാനം കൊടുത്ത് ധർമ്മ അർത്ഥ കാമ മോക്ഷമെന്ന് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പിന്നീട് ഓരോ യുഗങ്ങളിലുള്ളതായിരിക്കുന്ന ആ പരമപുരുഷനായിരിക്കുന്ന സാക്ഷാ ശ്രീ നാരായണ കാരണം കൊണ്ട് തന്നെ അങ്ങയുടെ യശസ് ലോകം മുഴുവനും നിറഞ്ഞിരിക്കുമല്ലോ എന്നാണ്. ഭഗവാൻ എല്ലാവരെയും വിളിച്ചിട്ട് പ്രവാസ തീരത്തേക്ക് പറഞ്ഞയച്ചു എന്നാണ്. അവിടെ അതൊക്കെ ഏറ്റവും നല്ല വഴി ആധ്യാത്മികമായിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പോഴാണ് കഴിയുമെന്നുള്ള പോലെ ഒരു ബ്രഹ്മശാപത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ശേഷം. കാരണം അങ്ങയെ കൂടാതെ ഈ ലോകത്തില് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് കുറെ അധികം അധ്യായങ്ങളിലായിട്ട് ഭാഗവതത്തിൽ ഇതുവരെയാണല്ലോ. ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ദ്വാരക ഇവിടെ നിൽക്കുന്നത്. അതേസമയം തന്നെ ഇവിടെ നിന്ന് ഉദ്ധവരോടും പോകാൻ പറഞ്ഞു. യാദവന്മാരൊക്കെ നശിക്കാൻ പോവുകയാണ്. എല്ലാവരും എപ്പോ വരണം? കുറച്ച് നേരത്തെ വരാൻ നോക്കിയാൽ നന്നായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരൊക്കെ സമർപ്പണ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു 1 മണിയൊക്കെ ആവുമ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളും പാരായണം ചെയ്തതും ഒക്കെ